ഹലോ ഓൾ, നിങ്ങൾ ഒരു പാലൂട്ടുന്ന അമ്മയാണോ? നിങ്ങൾ കുഞ്ഞിൻ്റെ പാലൂട്ടൽ നിർത്തിയിട്ടുണ്ടോ? എങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഓരോ അമ്മമാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. പാലൂട്ടൽ നിർത്തിയോ? എങ്കിൽ കുഞ്ഞുങ്ങളുടെ ഡയറ്റിൽ ഈ 5 കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങൾക്ക് ഏത് തരത്തിലുള്ള പോഷകാഹാരങ്ങളാണ് കൊടുക്കേണ്ടത്, എങ്ങനെ കൊടുക്കണം, എപ്പോൾ കൊടുക്കണം എന്നൊക്കെ ഞാനിവിടെ വ്യക്തമാക്കി തരാം. സമീകൃത ആഹാരം. വീട്ടിലുണ്ടാക്കുന്ന സാധാരണ ഭക്ഷണം കുഞ്ഞിന് ശീലമാക്കാം. ചോറ്, ചപ്പാത്തി എന്നിവയ്ക്കൊപ്പം ധാരാളം പച്ചക്കറികളും ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ കുട്ടിക്ക് എല്ലാ തരം പോഷകങ്ങളും അടങ്ങിയ സമീകൃതാഹാരം ആണ് നൽകേണ്ടത്. കാൽസ്യം ആൻഡ് പ്രോട്ടീൻ. മുലപ്പാലിൽ നിന്നും ലഭിച്ചിരുന്ന കാൽസ്യത്തിനും പ്രോട്ടീനും പകരം ദിവസവും 400 to 500 ml പശുവിൻ പാല്, തൈര് അല്ലെങ്കിൽ പനീർ നൽകാം. കൂടാതെ മുട്ട, പരിപ്പുവർഗ്ഗങ്ങൾ, മീൻ എന്നിവ പ്രോട്ടീൻ ഉറപ്പാക്കാൻ സഹായിക്കുന്നതാണ്. മൂന്നാമത്തേത് ഇരുമ്പ് അടങ്ങിയ ആഹാരങ്ങൾ. 2 വയസ്സ് കഴിഞ്ഞ കുട്ടികളിൽ വിളർച്ച, അതായത് അനീമിയ തടയാൻ അയൺ അടങ്ങിയ ഭക്ഷണം അത്യാവശ്യമാണ്. ചീര, ഈന്തപ്പഴം, മാംസം എന്നിവ ആഴ്ചയിൽ 3-4 തവണയെങ്കിലും ഉൾപ്പെടുത്താൻ ഓരോ അമ്മമാരും ശ്രദ്ധിക്കണം. നാലാമത്തേത് ആരോഗ്യകരമായ ഇടഭക്ഷണം. 3 നേരത്തെ പ്രധാന ഭക്ഷണത്തിന് പുറമെ 2 നേരം പഴങ്ങളോ ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ലഘുഭക്ഷണമായി നൽകാം. പാക്കറ്റ് ഭക്ഷണങ്ങളും അമിത മധുരമുള്ള ജ്യൂസുകളും കുഞ്ഞിൻ്റെ വിശപ്പ് കുറയ്ക്കുന്നുമെങ്കിലും അവ പരമാവധി ഒഴിവാക്കാൻ ഓരോ പേരൻസും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ലാസ്റ്റ് വൺ, ആവശ്യത്തിന് വെള്ളം കുട്ടികൾക്ക് കൊടുക്കുക. ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ കുഞ്ഞ് ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. മുലപ്പാൽ നിർത്തുമ്പോൾ വരാൻ സാധ്യതയുള്ള മലബന്ധം ഒഴിവാക്കാൻ ഇത് സഹായകമാണ്. വെള്ളം നല്ലതുപോലെ കുടിക്കുന്നത് കുഞ്ഞുങ്ങൾക്കെന്നതുപോലെ മുതിർന്നവർക്കും ഏറ്റവും നല്ലതാണ്. ഒരു അമ്മ എന്ന നിലക്ക് നിങ്ങൾ ഇതെല്ലാം ശ്രദ്ധിച്ചാൽ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും ഇതൊരു പരിഹാരമായേക്കാം. ഇതുപോലുള്ള ഉപകാരപ്പെട്ട വീഡിയോസുമായി ഞാൻ ഇനിയും വരാം.